What's up guys, welcome back to my channel. It's me DHEERA'S and now you're watching DHEERA'S vlogs. Guys, ഞാനൊന്ന് പറഞ്ഞത് 20 ലൈക്സ് എത്തിയത് കൊണ്ട് ഞാൻ എൻ്റെ പാർട്ട് 2 ആയിട്ട് വന്നിരിക്കുകയാണിത്. ഐഫോൺ 12 Pro Max, അതും പെസിഫിക് ബ്ലൂ കളറാണ് ഗൈസ്. നമ്മുടെ അതിൻ്റെ ഒരു ബോക്സാണ്. ഞാനിത് അൺബോക്സ് ചെയ്തതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബോക്സാണ് ഗൈസ്. നമ്മുടെ മെയിൻ ഫോൺ ഗൈസ്, പെസിഫിക് ബ്ലൂ കളർ കണ്ട ഗൈസ്. എന്നാൽ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ കണ്ടാലോ ഗൈസ്. ഒന്നെങ്കിൽ പോയി അൺബോക്സിങ് കണ്ടിട്ട് നമുക്ക് നേരെ ഔട്ട്ഡോറിൽ കാണാം. ഗൈസ്, നമ്മുടെ ഐഫോൺ 12 Pro Max പെസിഫിക് ബ്ലൂ കളർ ഐഫോൺ, ആപ്പിൾ ഐഫോൺ ഗൈസ്. ഗൈസ്, 256 GB സ്റ്റോറേജ്, 265 GB സ്റ്റോറേജ് ആണ് ഗൈസ്. നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം. ഗൈസ്, നമ്മളിത് ഓൾറെഡി മറ്റേ പ്ലാസ്റ്റിക് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ഐഫോൺ 12 Pro Max നല്ല സൂപ്പറായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഗൈസ്, നമ്മളെടുത്ത് ഫോൺ സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ആദ്യം ചെക്ക് ചെയ്യാം. എന്നിട്ട് ഫോണിലോട്ട് കിടക്കുന്നതല്ലേ ഗൈസ് നല്ലത്. നമുക്ക് ആദ്യമായിട്ടുള്ളത് യൂസർ മാനുവലാണ്. സ്വിച്ച് ടു അൺലോക്ക്, പിന്നെ ബട്ടൺ, പിന്നെ സൈറ ഫീച്ചർ ഒക്കെയാണ്. സ്മോൾ യൂസർ മാനുവലാണ്. അപ്പോൾ അതെടുത്ത് ദൂരെ മാറ്റാം. ഇത് കളയാവുന്നില്ല ഗൈസ്, അതിന് ജസ്റ്റ് ഒരു ആക്ഷന് വേണ്ടി കാണിച്ചാണ്. പിന്നെ നമുക്കുള്ളത് ആപ്പിൾ സ്റ്റിക്കേഴ്സാണ്. സ്റ്റക്കായോ അതിനകത്ത്? ആദ്യം നമുക്ക് ചാർജർ എടുത്ത് നോക്കാം. നമ്മുടെ നോർമൽ ഐഫോണിൻ്റെ ഇപ്പോഴുള്ള അതിനകത്ത് കിട്ടുന്ന തൊട്ട് ലൈറ്റ്നിങ് കേബിൾ ടു USB അതാണ്. പിന്നെ നമ്മുടെ ആപ്പിൾ സ്റ്റിക്കർ ഗൈസ്, നമ്മുടെ സെയിം ആപ്പിൾ സ്റ്റിക്കേഴ്സ് നമുക്ക് ഐഫോൺ 12 മിനിക്കകത്ത് കിട്ടി അതുപോലെ തന്നെ. അധികം മാറ്റമൊന്നുമില്ല ഇതിനകത്ത്. ബോക്സിൻ്റെ ഐറ്റംസ് ബോക്സിലെ ഐഫോൺ 12 മിനി പെസിഫിക്. നമുക്ക് ഇനി ഇതെല്ലാം എടുത്ത് ബോക്സിനകത്ത് വെച്ചിട്ട് നമുക്ക് ബോക്സ് മാറ്റി വെക്കാം. എല്ലാം എടുത്ത് വെക്കാം. യൂസർ മാനുവലും വെച്ച്, ചാർജറും വെച്ച്, ആപ്പിൾ സ്റ്റിക്കേഴ്സും വെച്ച് അത് മാറ്റാം. നമുക്ക് നമ്മുടെ ഫോൺ എടുക്കാം ഗൈസ്. നമ്മുടെ ഐഫോൺ 12 ഇനി ഇത് അൺബോക്സ് ചെയ്യാം. അതിൻ്റെ പേപ്പർ മാറ്റാം, പതുക്കെ മാറ്റാം ഗൈസ്, ബിക്കോസ് ഇറ്റ്സ് ആപ്പിൾ. പതുക്കെ എടുക്കാം ഗൈസ്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മളിത് ഓപ്പൺ ചെയ്തു ഗൈസ്. നമ്മുടെ നല്ലൊരു ഇമേജാണ് ഗൈസ്. ഐഫോൺ പെസിഫിക് ബ്ലൂ കളറിന് കൊടുക്കുന്ന ഇമേജ് ഐഫോൺ 12 സീരീസിൻ്റെ പ്രോയിലും Pro Maxലൊക്കെ വരുന്ന ഇമേജാണിത്. നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് 3 ക്യാമറയുണ്ട്. 12 മെഗാ പിക്സലിൻ്റെ 3 പിന്നെ ലിഡ സ്കാനർ, പിന്നെ ഫ്ലാഷ് ലൈറ്റ്, മൈക്ക്, ഇത്രയുമാണ്. പിന്നെ നമ്മുടെ ആപ്പിളിൻ്റെ ലോഗോ ഗൈസ് നമുക്ക് നോക്കാം. താഴെയാണെങ്കിൽ ലൈറ്റ്നിങ് പോർട്ട്, സ്പീക്കർ, പിന്നെ ആൻറ്റീന ബാർ ഗൈസ്. നമ്മുടെ ആൻറ്റീന ബാൻഡ്, ഞാൻ ആദ്യം പറഞ്ഞത് ആൻറ്റീന ബാർ എന്നായിപ്പോയി ഗൈസ്. ആൻറ്റീന ബാൻഡ്. നമ്മുടെ സൈഡ് വശത്ത് 2 വീതവും, ടോപ്പ് ആൻഡ് ഡൗൺ സൈഡ് ഓരോന്ന് വീതവും, എല്ലാം കൂടി 6 ആൻറ്റീന ബാൻഡ് ഉണ്ട്. നോക്കാം ഗൈസ്. ഒരു പെസിഫിക് ബ്ലൂ കളറാണ് എൻ്റെ ഫേവറേറ്റ് കളർ, അതുകൊണ്ടാണ് ഞാൻ പെസിഫിക് ബ്ലൂ കളർ ഇട്ട. നല്ല സൂപ്പർ ഫോണാണ് ഗൈസ്. 6 GB RAM ഒക്കെയാണ് ഗൈസ്. നമ്മുടെ ലിഡ സ്കാനർ നൈറ്റ് മോഡിനെ കളിച്ചുകൂടി നല്ലതാണ്. ഈ ഫോണിലൊന്നും ഇല്ലേ ലിഡ സ്കാനർ. ഇതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ എടുത്ത് പറയുന്നില്ല ഫീച്ചറൊന്നും. പിന്നെ അധികമൊന്നുമില്ല ഇതിന് ഫീച്ചർ. നോർമൽ ഫോണൊക്കെ കൂട്ടി തന്നെയാണ് നമുക്കിത് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫോൺ. എല്ലാവർക്കും ഇത് ആപ്പിളുകാർക്ക് ഭയങ്കര ഇഷ്ടം. ആപ്പിളിൻ്റെ ഏറ്റവും കൂടിയ ഫോൺ തന്നെയാണ് ആപ്പിൾ കാർഡ്. ഇത് ആപ്പിളുകാർ ഇത് പുതിയതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് ലിഡ സ്കാനറാണ്. ഐഫോൺ
ഐഫോൺ 11-നകത്ത് ഒരു 3 ക്യാമറ കൊണ്ടുവന്ന്, അതിനകത്ത് ലിഡാ സ്കാനർ കൊണ്ടുവന്ന്, എക്സസിനകത്ത് 2 ക്യാമറ, അങ്ങനെ ഓരോ ഫോൺ ഇറക്കുമ്പോഴും അവർ എന്തെങ്കിലും അപ്ഡേഷൻ കൊണ്ടുവരും. ഇപ്പോൾ അതുകൊണ്ടായിരിക്കാം ഐഫോൺ 13 ലേറ്റ് ആവുന്നില്ല, അതിന് സമയം വരുന്നതല്ലേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മെയിനായിട്ടും ഐഫോണിനെയും ആപ്പിളിനെയും ഇഷ്ടപ്പെടുന്നവർക്ക് ഗൈസ്. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.